ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 6 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ വെജിറ്റയും പൈക്കണും നമ്മുടെ ഫ്രീസയുടെ എനർജി സെൻസ് ചെയ്ത് ഫ്രീസയുടെ സ്പേസ്ഷിപ്പ് ഉള്ള ആ ഒരു തൊട്ടടുത്തുള്ള പ്ലാനറ്റിൽ ഇറങ്ങുന്നതാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റ പറയും, ഞാൻ ഇവിടെ ടെലിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അപ്പോഴാണ് പൈക്കൺ പറയുന്നത്, സത്യത്തിൽ നിന്റെ ആ ഒരു ടെക്നിക്ക് വെച്ച് ഞാനാണ് ഇവിടെ ഇറക്കിയത്. അങ്ങനെ വെജിറ്റ പറയും, എന്തിനാണ് ഇവിടെ ഇറക്കിയത്? നമുക്ക് ഡയറക്റ്റ് സ്പേസ്ഷിപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രീസയെ ഡിഫീറ്റ് ചെയ്തുകൂടെ? അപ്പോഴാണ് നമ്മുടെ പൈക്കൺ പറയുന്നത്, സ്പേസ്ഷിപ്പിൽ നിന്ന് ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സ്പേസ്ഷിപ്പ് ഡിസ്ട്രോയ് ആവും. കൂടാതെ ഈ ഒരു സമയം ജിനംബയും പിന്നീട് പിടിക്കാൻ സാധിക്കില്ല. നമുക്കൊരു പ്ലാൻ ചെയ്ത് നമുക്ക് ഫ്രീസയെ ഡിഫീറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ പൈക്കനോട് ചോദിക്കും, ഈ ഫ്രീസ് എന്തിനാണ് ഈ ജിനംബയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത്? അപ്പോഴാണ് പൈക്കൺ പറയുന്നത്, അതൊക്കെ വലിയൊരു കഥയാണ്, ഞാൻ അത് പിന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അടുത്തത് നമ്മുടെ യൂണിവേഴ്സ് 8ന്റെ ഗോളോ ഡിസ്ട്രക്ഷനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ആ ഒരു ഷെല്ല് എടുത്ത് പോവുകയാണ്. അതായത് ഈ ഒരു ഷെല്ലിന്റെ അകത്താണ് ബീസ്റ്റ് ഉള്ളത്. അങ്ങനെ ആ ഒരു കോഡ് പെട്ടെന്ന് ഒരു എനർജി പോലും സെൻസ് ചെയ്യാതെ ആ ഒരു വില്ലന്മാരില്ലേ, സെലസ്റ്റൈൽ മേജിലുള്ള ആൾക്കാർ, അതിലുള്ള ഒരുത്തൻ ഇവിടെ എത്തുന്നു. ഇവരുടെ കൂട്ടത്തിൽ ടൈറ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണില്ലേ, അവളാണ് ഇവിടെ വരുന്നത്. അവര് വരാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം അവര് സുനോയെ കടത്തിക്കൊണ്ട് പോയി ഈ ബീസ്റ്റുകളൊക്കെ എവിടെയാണ് ഉള്ളത് തുടങ്ങിയ ഇൻഫോർമേഷൻസ് ഒക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് 8ന്റെ ഗോഡോ ഡിസ്ട്രക്ഷന് മനസ്സിലാകും, ഇവൾ എന്നേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള പെണ്ണ് പറയും, നീ അല്ലേ ലിക്കർ? ഗോഡോ ഡിസ്ട്രക്ഷനിൽ വെച്ച് നോക്കുമ്പോൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗോഡ്, കൂടാതെ ഞാനാണ് ടൈറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗോഡോ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ലിക്കർ പറയും, ഓ നീ ആണല്ലേ ടൈറ, നീയും ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള പവർഫുൾ ആയിട്ടുള്ള ആളിൽ ഒരാളല്ലേ, നീ എന്തിനാണ് ഇവിടെ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിനക്ക് ഈ ഒരു ബീസ്റ്റിനെ എടുത്തുകൊണ്ട് പോകാനാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കുകയില്ല. അങ്ങനെ ഇവർക്കിടയിലും ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 7ലെ നമ്മുടെ ഊബിനെയാണ് കാണിക്കുന്നത്. ഇവനാണ് നമ്മുടെ ഊബ്, അതായത് നമ്മുടെ മാജൻ ബൂവിന്റെ റീഇൻകാർണേഷൻ ആണ് ഇവൻ. നമ്മളുടെ ഊബിനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൈനോസർ ഇവനെ ഓടിക്കുകയാണ്. അപ്പോഴാണ് ഒരു വയസ്സായിട്ടുള്ള ഒരാൾ വന്ന് ആ ഒരു ഡൈനോക്ക് നോക്കി ഒരു കിക്ക് കൊടുക്കുന്നു. ഈ ഒരു വയസ്സായിട്ടുള്ള ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ഡ്രാഗൺ ബോൾ ക്ലാസിക്കിൽ ഗോകുവിന്റെ കൂടെ ഒരാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അയാളാണ് ഇവർ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഡൈനോ പിന്നെയും നമ്മുടെ ഊബിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഊബ് തന്നെ അറിയാതെ തന്റെ കയ്യിൽ നിന്നും ഒരു ഫ്ലാഷ് പുറത്തു വന്ന് ആ ഒരു ഡൈനോയുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. ഇതുകൊണ്ട് ആ ഒരു വയസ്സായിട്ടുള്ള ആൾ പറയും, ഈ ഒരു ഊബിനെ കാണുന്ന സമയത്ത് പണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുട്ടിയെ പോലെയാണ് തോന്നുന്നത്. അതായത് നമ്മുടെ ഗോകുവിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള ഒരുത്തൻ ഇവിടെ വന്ന് ആ ഒരു വയസ്സായിട്ടുള്ള ആളെ ഒരൊറ്റ കിക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള ആ ഒരുത്തൻ ഊബിനോട് പറയും, നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വരണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാജിൻ ബൂവിന്റെ റീഇൻകാർണേഷൻ ആണ് നമ്മുടെ ഊബ്. ഈ ഒരു മാജിൻ ബൂ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു സെലസ്റ്റൈൽ ബീസ്റ്റിലുള്ള ഒരാളാണ്. അങ്ങനെ ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള ആ ഒരുത്തൻ നമ്മളുടെ ഊബിനെ പിടിക്കാൻ വേണ്ടി അവന്റെ നേരെ കൈ നീട്ടുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ബീറസ് അവിടെ വന്ന് അവന്റെ കൈ പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു സെലസ്റ്റൈൽ മേജിലുള്ള ഒരുത്തൻ പറയും, ബീറസ് നീ എന്റെ പ്രസൻസ് കണ്ടുപിടിച്ചത് തന്നെ വലിയ കാര്യം. അങ്ങനെ ബീറസ് പറയും, എന്നാൽ പിന്നെ അധികം ഡയലോഗ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് ഇവർക്കിടയിലും ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ വെജിറ്റയും പൈക്കന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വെജിറ്റ ചോദിക്കും, നമുക്ക് ഈ ഡ്രാഗൺ ബോൾസ് വെച്ച് വിഷ് ചെയ്ത് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കിക്കൂടെ? അപ്പോഴാണ് നമ്മുടെ പൈക്കൺ പറയുന്നത്, അപ്പോൾ നീ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല അല്ലെ, സൂപ്പർ ഡ്രാഗൺ ബോൾസ് ഡിസ്ട്രോയ് ആയി, അതുകൊണ്ട് തന്നെ മറ്റു പ്ലാനറ്റിലുള്ള ഒരു ഡ്രാഗൺ ബോൾസും ഇല്ലാതായി. അങ്ങനെ അടുത്തത് നമ്മുടെ ഫ്രീസിയുടെ സ്പേസ്ഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഫ്രീസി ആണെങ്കിൽ ആ ഒരു ജിനംബയുടെ ഷെല്ലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജിനംബ ഒരു ബീസ്റ്റ് ആണ്, അവനെ പുറത്തു കൊണ്ടുവന്നാൽ അവൻ എന്താണ് ചെയ്യുക എന്നത് അവന് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രീസയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മുടെ ബ്രോലിയൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ബ്രോലിയുടെ കഴുത്തിലൊക്കെ അവനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം, അതുപോലെ ജിനംബയ്ക്ക് വേണ്ടിയും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ വെജിറ്റ ഫ്രീസയുടെ സ്പേസ്ഷിപ്പിന് നേരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രീസ പറയുന്നത്, ഓ വെജിറ്റ ഇവൻ എപ്പോഴാണ് ഇവിടെ വന്നത്? അങ്ങനെ കൂളറും ഇതാരാണ് ഇവൻ എന്ന് ചോദിക്കുമ്പോഴാണ്, നേരത്തെ ഞാനൊരു സയൻസിനെ പറഞ്ഞിട്ട് അവരിൽ ഒരുത്തനാണ് ഇവൻ എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ കൂളറും ഫ്രീസയും ചേർന്ന് ആ ഒരു സ്പേസ്ഷിപ്പിൽ നിന്ന് ഇറങ്ങി അവരുള്ള ആ ഒരു പ്ലാനറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മുടെ പൈക്കൺ ആണെങ്കിൽ ഫ്രീസയെ കണ്ടിട്ട് പറയും, ഞാനാണ് സെലസ്റ്റൈൽ ഗാർഡിയൻ, നീ വേഗം തന്നെ എന്റെ കയ്യിലേക്ക് ആ ജിനംബയെ താ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്രീസ പറയുന്നത്, ഓ ജിനംബയെ എടുക്കാൻ വന്ന സമയത്ത് 3 പേർ വന്നിരുന്നു, അവരിൽ ഒരാളാണോ നീ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വെജിറ്റ പറയുന്നത്, മോനെ ഇത് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, നമ്മുടെ ഗോഡോ ഡിസ്ട്രക്ഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനാണ് എന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഫ്രീസയ്ക്കും മനസ്സിലാകും നമുക്കൊന്നും തന്നെ ഇവനെ ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മുടെ കൂളറിനാണെങ്കിൽ ഈ ഒരു ഗോഡോ ഡിസ്ട്രക്ഷൻ ആരാണെന്ന് തുടങ്ങിയ ഒരു ഐഡിയയും പുള്ളിക്കാരനില്ല. അങ്ങനെ നമ്മുടെ കൂളർ ആണെങ്കിൽ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഈ സമയം നമ്മുടെ ഫ്രീസി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പേസ്ഷിപ്പിൽ കയറി പോയി നമ്മുടെ കൂളറിനെ അവിടെ
തനിച്ചാക്കിയിട്ട് പോകുന്നു. അങ്ങനെ ഫ്രീസ നമ്മുടെ കൂളറിനോട് പറയും, നീ അവരെ രണ്ടുപേരെയും നോക്കിക്കോ, ഞാൻ ജിനംബയെ സേഫ് ആക്കി ഒരു സ്ഥലത്ത് വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്രീസ അവിടെ നിന്ന് മുങ്ങുന്നു. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ കൂളറും പറയുന്നുണ്ട്, ഫ്രീസ നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ പൈക്കൺ പറയുന്നത്, നമുക്ക് വേഗം തന്നെ സ്പേസ്ഷിപ്പ് പിടിക്കണം, നമുക്ക് ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് നമ്മുടെ വെജീറ്റയോട് പൈക്കൺ പറയുന്ന സമയത്താണ്, ഞാൻ ഇവിടെ കൂളറിനെ നോക്കിക്കോളാം, നിങ്ങൾ പോയി ആ ഒരു ജിനംബയെ എടുത്തുകൊണ്ട് വാ എന്നോട് നമ്മുടെ വെജീറ്റ പറയും. അങ്ങനെ ഇവിടെ നമ്മുടെ വെജീറ്റ വാസസ് കൂളർ എന്ന ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മുടെ വെജീറ്റ പറയും, ഓ നീയാണല്ലേ കൂളർ, ഫ്രീസയെയും കിങ് ഗോൾഡിനെയും വിറപ്പിച്ച ആ ഒരാൾ. എന്റെ ചൈൽഡ്ഹുഡിൽ നിന്നെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിരുന്നു, ഫ്രീസയേക്കാൾ ശക്തനായ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മുടെ വെജീറ്റയും പറയുന്നു. അങ്ങനെ നമ്മുടെ വെജീറ്റ ആണെങ്കിൽ സൂപ്പർ സൈൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നു. ഇത് കണ്ട് കൂളർ പറയും, ഓ ഇതാണോ ഫ്രീസ പറഞ്ഞ ആ ഒരു ചെയ്യേണ്ട ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ നമ്മുടെ വെജീറ്റ പറയും, ഇതാണ് സൂപ്പർ സൈൻ 1. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വെച്ചാണ് പണ്ട് ഗോകു ഫ്രീസയെ ഡിഫീറ്റ് ചെയ്തത്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ കൂളർ പറയും, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വെച്ച് നിനക്ക് എന്നെ കൊല്ലാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ. അങ്ങനെ ഇവരുടെ ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പോകുന്നു. ഈ ഒരു ഫൈറ്റിനിടയിൽ നമ്മുടെ വെജീറ്റയ്ക്ക് മനസ്സിലാകും, അതായത് ഫ്രീസയുടെ ഫൈറ്റിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ കൂളറിന്റെ ഫൈറ്റിംഗ് സ്റ്റൈലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ പതിയെ വെജീറ്റ സൂപ്പർ സൈൻ 2ലേക്ക് മാറും, അതിനുശേഷം പതിയെ ഗോഡ് ഫോമിലേക്കും മാറും. അങ്ങനെ അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 8 ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോഡോ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ലിക്കറും അതുപോലെ തന്നെ സെലസ്റ്റിയൽ മേജിലുള്ള ടൈഗറും തമ്മിൽ നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് പോവുകയാണ്. നമ്മുടെ ഗോഡായിട്ടുള്ള ലിക്കറിനെ എടുത്ത് നോക്കിയാൽ നമ്മുടെ നറൂട്ടോയിലെ കുറാമ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു ടെയിലൊക്കെ ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്താണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗോകു സുപ്രീം ഗായുടെ പ്ലാനറ്റിൽ പോയി പ്രിമോഡിയൽ ബീസ്റ്റ് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ തന്നെ നമ്മുടെ സുപ്രീം ഗായ് പറയും, ഗോകു ഞാനും നിന്റെ കൂടെ തന്നെയല്ലേ വന്നത്, എനിക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നു. കൂടാതെ ആ ഒരു ബുക്ക് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതായത് ഈ ഒരു ബുക്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ ഇതിനെപ്പറ്റി മനസ്സിലാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയും. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള കിബോറോ ആ ഒരു ബുക്ക് ഇവിടെ കൊണ്ടുവരും. ആ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെക്കാൾ വലുപ്പത്തിലുള്ള ഒന്നാണത്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ഗോകു പറയും, ഈ ഒരു ബുക്ക് തന്നെ നോക്കി മനസ്സിലാക്കുമ്പോഴേ ഒരുപാട് സമയമാകൂ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കിബോറു പറയുന്നത്, ഇതുപോലത്തെ ഇനിയും 100 കണക്കിന് ഒരു ബുക്ക് ഉണ്ട്, ഇത് വെറും ചെറിയൊരു ബുക്ക് മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ ഗോകുവും ഷോക്കാകും. അങ്ങനെ അതിനുശേഷം ഇവിടെ പിന്നെയും നമ്മുടെ യൂണിവേഴ്സ് 8 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.